PA പോളിസി, പേഴ്സണൽ ആക്സിഡന്റ് പോളിസി, നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ റൈഡറായിട്ടും ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു പോളിസി ആയിട്ടും എടുക്കാം. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു PA പോളിസിയെ കുറിച്ച്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് എനിക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു PA പോളിസി ഏതാണെന്ന്. HDFC ERGOന്റെ കോട്ടി സുരക്ഷ എന്ന് പറഞ്ഞൊരു പ്ലാന്റെ ഡീറ്റെയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് സം ഇൻഷേർഡ് വരുന്നത് 10 lakh to 1 CR വരെയാണ്. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ഫ്ലോട്ടർ ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപകടം സംഭവിച്ചു, നമ്മൾ മരിച്ചു എന്ന് കരുട്ടെ, അപ് ടു സം ഇൻഷേർഡ് നമുക്ക് ഇത് കവർ ചെയ്യുന്നു. ഇപ്പോൾ 10 lakh പോളിസിയാണ് എടുത്തതെങ്കിൽ 10 lakh നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസി എടുത്ത ആൾ നമുക്ക് കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ് ടു സം ഇൻഷേർഡ് കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അന്ത്യകർമ്മങ്ങളുടെ ചെലവ്, കുട്ടികളുടെ ഫീസിനുള്ള എമൗണ്ട്, 104 ആഴ്ച വരെ ഒരു വീക്കിലി നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഒരു അപകടം സംഭവിച്ചാൽ അതിന് മൂലമുണ്ടാവുന്ന അടിയന്തര ചെലവുകൾക്ക് ഇതിന്റെ കവറേജ് ലഭിക്കുന്നുണ്ട്. അത് ആക്സിഡന്റിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ കവറേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ല് പൊട്ടിയാലും അത് പൊള്ളലേറ്റാൽ പോലും നമുക്ക് ഇതിന്റെ കവറേജ് ലഭിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും എടുക്കാവുന്ന ഒരു ബെറ്റർ പോളിസിയാണ്. നമുക്കിതിന് 10 lakh വളരെ തുച്ഛമായ പ്രീമിയം മാത്രമേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. അത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ഫ്ലോട്ടർ ആയിട്ട് എടുക്കാവുന്ന ഒരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയാണ്.